ഹായ് ഫ്രണ്ട്സ്, മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ്. അപ്പം നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു ട്രാവലറിലാണ് പോകുന്നത്. ഏറ്റുമാനൂർ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ഞങ്ങൾ ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിന് 5 മണിയൊക്കെ ആയപ്പോൾ കട്ടപ്പനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ പോകുന്നത് വാഗമൺ കൂടിയാണ് പോകുന്നത്. കണ്ടോ, അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ തകർപ്പ് അടിപൊളിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം വാഗമണ്ണ് എത്തിയപ്പോഴേക്കും നേരം നല്ലപോലെ പുലർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വാഗമണ്ണിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പം ഇതിന് നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ വാഗമൺ സിറ്റിയിലാണുള്ളത്. നമ്മൾ തീക്കോയി വഴിയാണ് പോകുന്നത് ഏറ്റുമാനൂരേക്ക്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റുമാനൂരമ്പലം ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞങ്ങളൊക്കെ അതിൻ്റെ വളരെ എക്സൈറ്റഡ് ആണ്. ചേട്ടായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചില്ല. ഇപ്പം തന്നെയല്ല, എൻ്റെ സൗണ്ടിനൊക്കെ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. കാരണം ജലദോഷമൊക്കെ വന്നിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റണില്ല എങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പം ഞങ്ങളങ്ങനെ ആ റോഡിലൂടെ പോവാണ്. വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണ്. അടിപൊളിയാണ്. ട്രാവലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മറ്റേ കട്ടറും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റി. അപ്പം ഏകദേശം ഒരു 6 മണി 6:30 ആയെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. കാരണം എല്ലാവരും 2 മണി 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ആണ് നമ്മൾ ഈ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതിന് അവരെല്ലാവരും അത്രയ്ക്ക് സാക്രിഫൈസ് ചെയ്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരുപാട് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുമ്പിച്ചിനും അപ്പും ഒക്കെ വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ തീക്കോയി ചെന്നിട്ട് കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ തീക്കോയിലെത്തി. അവിടെ നമ്മളൊരു കട കണ്ടു. നമ്മൾ കടയിലേക്ക് കയറുമ്പോഴേക്കും എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. കാരണം നമ്മളെപ്പോഴും അറിയാലോ കടയൊക്കെ അത്ര സേഫ് അല്ലായിരിക്കും. എങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കണം. വിശപ്പിൻ്റെ ആ ഒരു വിളി കാരണം നമ്മൾ കണ്ട ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ പേര് പുതുമ എന്നാണ്. എന്തായാലും അതിൽ ആ പേരിന് അന്വർത്ഥമാക്കും വിധമൊന്നുമല്ല. നമ്മളൊരു പുതുമയായിരുന്നു ശരിക്കും ആ ഹോട്ടലിനകത്ത് നമുക്ക് കയറിയപ്പം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മുടെ ഹോട്ടൽ. ആ ഹോട്ടൽ ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ ശരിക്കും ഞങ്ങളെ അതിശയിപ്പിച്ച് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ ഹോട്ടലിലുണ്ട്. അതാണ് ഞങ്ങളെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയത്. നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. പക്ഷേ അതിന് പൈസ കൊടുക്കുന്നത് വേറെ കാര്യം. എങ്കിലും നമുക്ക് ആസ്വദിച്ച് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പിന്നെന്താ പാലപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കിഷ്ടമുള്ളത് ഏത് വേണേലും നമുക്കെടുക്കാം. ഞാൻ സത്യത്തിൽ പൊറോട്ടയാണ് എടുത്തത്. കാരണം എനിക്ക് കിട്ടിയത് പൊറോട്ടയാണ്. അങ്ങനെ നമ്മുടെ വിശപ്പിനെയെല്ലാം നമ്മൾ അതിജീവിച്ചത്. നമ്മളെല്ലാം വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് വേറെ ഇനി എങ്ങും നമ്മൾ നിർത്തുന്നില്ല. നേരിട്ട് നമ്മൾ കല്യാണ മണ്ഡപത്തിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന തീക്കോയിലാണ്. ഏകദേശം 1 മണിക്കൂർ മിച്ചം എടുക്കുമെന്ന് തോന്നുന്നു നമ്മുടെ അമ്പലത്തിലെത്താനായിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പം നമ്മൾ ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. നമ്മുടെ രായ് ചേച്ചിയുടെ ആങ്ങളയുടെ കല്യാണമാണ്. അതായത് ജിബിൻ ചേട്ടയുടെ അളിയൻ്റെ കല്യാണം. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ആളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എല്ലാവരും ആശാൻ എന്ന് വിളിക്കുന്ന നമ്മുടെ രാജേഷ് ചേട്ടൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. പിള്ളേർ ഐറ്റംസ് വളരെ കുറവാണ്. അത് 3 4 പേരേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു പീക്കിരി ഉണ്ട് കേട്ടോ. ഏറ്റവും പുറകിലാണ്. പുള്ളിക്കാരിയെ എടുക്കാൻ പറ്റില്ല. ഭയങ്കര കരച്ചിലും പരിപാടിയൊക്കെയാണ്. അവിടെ വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ചെറിയ രീതിയിൽ വഴക്കാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഈരാറ്റുപേട്ടയാണ്. ഇനിയിപ്പോൾ അവിടുന്ന് കറക്റ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നൊന്നും പറയാനറിയില്ല. അപ്പം
നമ്മൾ വളരെ നല്ല രീതിയിൽ പാട്ടൊക്കെ കേട്ടിട്ട് അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. പക്ഷേ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, കാരണം കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാട്ടുകൾ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ സ്ഥലങ്ങളെല്ലാം കണ്ട് വളരെയേറെ ആസ്വദിച്ച് പോവാണ്. രാവിലെയൊക്കെ ആയതുകൊണ്ട് വലിയതായിട്ട് അങ്ങനെ ചൂട് തോന്നുന്നില്ല, എങ്കിലും നമ്മളെ അപേക്ഷിച്ചിടത്തോളം വലിയ നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയാണ് നമ്മുടെ ഓഡിറ്റോറിയം. അമ്പലത്തിൽ വെച്ചല്ല നമ്മൾ കെട്ട് നടത്തുന്നത്, അത് ഓഡിറ്റോറിയത്തിലാണ് കെട്ട് നടത്തുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് പല പേരിൽ പല സ്ഥലത്തായിട്ടാണ് ഓഡിറ്റോറിയം ഉള്ളത്, അത് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വിവാഹം നടത്താൻ പറ്റുന്ന ഒരു രീതിയിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. കുറച്ച് പേര് ഡ്രസ്സെല്ലാം കരുതിയാണ് വന്നത്. അപ്പം അതിനുവേണ്ടി ഡ്രസ്സിങ് റൂമിൽ പോയി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുന്നത് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെറുക്കൻ്റെ ആളുകളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ കയറാൻ പാടില്ല, കാരണം ചെറുക്കൻ വന്നതിന് ശേഷം മാത്രമേ കയറാൻ പാടുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ ഒരു വെയിറ്റ് പോകും. ഇതാണ് ചെറുക്കനും പെണ്ണും. അപ്പം നമ്മൾ അകത്തേക്ക് ചെന്നിട്ട് ചെറിയ രീതിയിലൊന്ന് മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യ ഭാഗത്ത് കയറി. നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതി, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പന്തലും സെറ്റും കാര്യങ്ങളും ഒക്കെ. എനിക്ക് വളരെയേറെ ഇഷ്ടമായി. അകത്ത് ചെല്ലുമ്പോഴേക്ക് നമുക്കത് കാണാം. ഞങ്ങളൊക്കെ ടയേർഡാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ടയേർഡല്ല, എങ്കിലും ചെറിയ രീതിയിൽ. ഇതാണ് നമ്മളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന രീതിയിൽ വച്ചിരിക്കുന്നത്. അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ പോയത് വെൽക്കം ഡ്രിങ്ക് കുടിക്കാനാണ്. നമ്മൾ വന്നത് ആദ്യം രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാം സജ്ജീകരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അകത്ത് മണ്ഡപം കാണാൻ വളരെയേറെ ഭംഗിയാണ്. ഇതാണ് മണ്ഡപം. ഇരിക്കാനുള്ള സംഭവങ്ങളും സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെയേറെ അതിഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. തുമ്പിച്ചനും ആമിച്ചനൊക്കെ വളരെ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളങ്ങനെ അതിനകത്ത് കയറി. കൃഷ്ണൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അതിലും വളരെ മനോഹരമായിട്ട് തന്നെ ഒരു കല്യാണ മണ്ഡപം എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത് ആ രീതിയിൽ തന്നെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മേക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ചെറുക്കനും പെണ്ണും വരുന്ന സമയമാണ്. അപ്പോൾ അവരെ നമുക്ക് അകത്തേക്ക് ക്ഷണിക്കണം. തന്നെയല്ല, നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാരായതുകൊണ്ട് തന്നെ ചെറുക്കനെ ആനയിച്ച് കയറ്റുമ്പോൾ നമ്മൾ ചെറുക്കനോടൊപ്പമാണ് കയറേണ്ടത്. ഞങ്ങളെല്ലാവരും വെളിയിറങ്ങി വന്ന് നിന്നു. ജീവൻ ചേട്ടായും രാജിച്ചൊക്കെ വന്ന് നമ്മളെ കണ്ടു. വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പം നമുക്കിനി പെണ്ണ് വന്ന് ഇറങ്ങിയിരിക്കുന്ന സമയമാണ്. അവർ രണ്ടുപേരും വന്നിരിക്കുന്ന കാറ് വളരെയേറെ വ്യത്യസ്തമാണ്. ഒരേ മോഡലിലുള്ള ആണെങ്കിലും രണ്ട് കളറിലുള്ള കാറിലാണ് ചെറുക്കനും പെണ്ണും വന്നിറങ്ങിയിരിക്കുന്നത്. വളരെ അതിമനോഹരമായി തന്നെയാണ്. ഇതാണ് നമ്മുടെ ചെറുക്കൻ വന്നിറങ്ങിയിരിക്കുന്ന കാറ്. ഇത് വെള്ള കാറാണ്. പെണ്ണ് വന്നിരിക്കുന്നത് കറുത്ത കാറിലായിരുന്നു. അങ്ങനെ വളരെയേറെ സന്തോഷത്തിൽ എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിൽ നടക്കുകയാണ്. അപ്പം നമ്മുടെ ഈ കല്യാണം, വിവാഹം, പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അഞ്ജനയ്ക്കും ജിത്തിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ വലിയൊരു ആശംസ മാധു മീഡിയ നേരുന്നു. അങ്ങനെ നമ്മുടെ പെൺകുട്ടി മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്.
മണ്ഡപത്തിലേക്ക് കയറുകയാണ്. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ചെറുക്കനെ ആനയിക്കുക എന്ന വലിയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി കുഞ്ഞു കുട്ടികളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി താലവുമായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സദ്യ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സദ്യ കഴിക്കുക. ഞാനും തുമ്പിച്ച നേരത്തെ തന്നെ സന്ധ്യ ചേച്ചിയുടെ കൂടെ ഇരുന്നു. അപ്പം ഞാനും ചേട്ടായും കൊച്ചും മാത്രമാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ലാസ്റ്റ് എന്ന് വേണേൽ പറയാം കേട്ടോ, അതുപോലെയാണ് ഞങ്ങൾ ഇരുന്നത്. കുറേ നേരം നമുക്ക് ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കനെയാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം തന്നെ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അപ്പൂന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മധുരക്കറിയാണ്. അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ മധുരക്കറി എനിക്ക് ഇഷ്ടപ്പെട്ടത്.
അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞു. നമ്മൾ കുറേച്ചുകൂടെ നേരത്തെയാണ്, അത് 11 മണിയൊക്കെ ആയപ്പം 12 മണിയോട് അടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സദ്യ വരെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനിയുണ്ട് നമുക്ക് സമയം വീട്ടിൽ പോകാനായിട്ട്. നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ കയറി. അവിടെ നട അടച്ചിട്ടിരിക്കുകയാണ്, നമുക്ക് അത് കയറി തൊഴാനൊന്നും പറ്റിയില്ല. എങ്കിലും ഏറ്റുമാനൂർ അമ്പലത്തിൽ വരെ വന്നിട്ട് അകത്ത് കയറാതെ പോകുന്നത് മോശമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിനകത്തെല്ലാം ഒന്ന് ചുറ്റി നടന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി നമ്മൾ വാഗമൺ കയറുന്നതിന് തൊട്ട് താഴെ ഒരു നല്ല സീനറി ഉണ്ട് കേട്ടോ, കാണാൻ വളരെ ഭംഗിയാണ്. അവിടെ വണ്ടി നിർത്തിയിട്ടു. കുറച്ച് നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് നമ്മുടെ സുനേ ചേച്ചിയുടെ വകയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും നല്ലൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.